തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച തൃശൂരിൽ വീണ്ടും ബിജെപിയുടെ കിറ്റ് വിതരണത്തിനുള്ള ശ്രമം. ബിജെപി പ്രവർത്തകർ അബിൻസിന്റെ അനിയന്റെ കാച്ചേരിയിലുള്ള അച്ചാർ കമ്പനിയിലാണ് 1000-ഓളം കിറ്റുകൾ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂർ ജില്ലയിൽ 3 ഇടങ്ങളിലാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണത്തിനുള്ള ശ്രമം നടന്നത്. ഏറ്റവും ഒടുവിൽ ബിജെപി പ്രവർത്തകൻ അബിൻസിന്റെ അനിയന്റെ സ്ഥാപനത്തിലാണ് 1000 കിറ്റുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയായിരുന്നു അബിൻസ്. കിറ്റുകൾ വിഷുവിന് വിതരണം ചെയ്യാനുള്ളതായിരുന്നു എന്നാണ് ഉടമയുടെ വിശദീകരണം. എന്നാൽ അച്ചാർ കമ്പനിയിൽ കിറ്റ് തയ്യാറാക്കിയത് ദുരൂഹമാണെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ ആരോപിച്ചു. സംഭവത്തിൽ ഇടതുപക്ഷം പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ തൃശൂർ മണ്ഡലത്തിൽ 4 ദിവസം മുമ്പ് ഒരു കിറ്റ് കണ്ടെത്തി. അന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തതാണ്. ബിജെപി വ്യാപകമായി ഇവിടെ പണാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ ചൂഷണം ചെയ്ത് പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങാൻ ഒരു കിറ്റ് എന്ന രീതിയിലാണ് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളാണ് തൃശൂർ മണ്ഡലത്തിൽ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇത് വിവിധ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജെപി തോൽക്കും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കണ്ടപ്പോൾ ഇവിടെ കിറ്റ് കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരുടെ വോട്ട് വാങ്ങാനുള്ള വലിയ ശ്രമമാണ് ബിജെപി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അരി, പഞ്ചസാര, കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, സോപ്പ് തുടങ്ങിയ സാധനങ്ങൾ കിറ്റിൽ അടങ്ങിയിരുന്നു. തൃശൂർ ഓളരിയിലാണ് ആദ്യ കിറ്റ് വിതരണം നടന്നത്. തൊട്ടടുത്ത ദിവസം വാടനാപ്പള്ളിയിൽ 4000-ഓളം കിറ്റുകൾ വിതരണം ചെയ്യുവാനുള്ള ശ്രമവും നടന്നിരുന്നു. സംഭവങ്ങളിൽ കേസെടുത്തിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ശക്തമായ നടപടികൾ ഒന്നുമുണ്ടായില്ല. കൈരളി ന്യൂസ്, തൃശൂർ.